ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ ചോക്ലേറ്റ് ലാവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ലാവ കേക്ക്, അതും നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്നത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഈ ഒരു ലാവ കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ എടുത്താലും മതി. ഇപ്പോൾ മൈദ ഇല്ലാത്തവർക്ക് വീട്ടിലിപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും കേക്ക് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഒന്നുകൂടി ഹെൽത്തി അല്ലേ മൈദേനേക്കാളും ഗോതമ്പ് പൊടി. പിന്നെ ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വലിയ ക്വാണ്ടിറ്റി ഇല്ല, അതായത് കുറച്ചും കൂടി വലിയ ലാവ കേക്കാണ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം ഒന്ന് ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അരിപ്പയിലേക്ക് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ആയിരുന്നാലും ലൈറ്റ് കൊക്കോ പൗഡർ ആയിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിനേക്കാളും വളരെ കുറവ് അളവിൽ, അതായത് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ആയതിൻ്റെ പേരിൽ 2 തവണ അരിച്ചെടുത്താൽ നന്നായിരിക്കും. ഇങ്ങനെ തരികൾ നമ്മൾ തവിടോടെ പൊടിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ ആ തവിട് ഒട്ടും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ 2-3 തവണ അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിലേക്ക് നമുക്കൊരു മുട്ട എടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യുക. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബീറ്റർ ഇല്ലാതെ കാണിക്കുന്നത്. അപ്പോൾ ഈ മുട്ടയും വാനില എസൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് 2-3 തവണയായിട്ട് ചേർത്തിട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണായിരുന്നാലും മതി. ഇത് നമുക്ക് വല്ലാതെ അങ്ങ് പതഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ പഞ്ചസാര ഒന്ന് അങ്ങ് അലിഞ്ഞു വന്നാൽ മതി. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുമ്പം ഇത് അലിഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ ഒത്തിരി വേദനയ്ക്കും ഇത് മിക്സായി വരാനായിട്ട് കുറേ നേരം മിക്സ് ചെയ്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാര ആയതിൻ്റെ പേരിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഈ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിസ്ക് ഇല്ലാതെ ഫോർക്ക് അല്ലെങ്കിൽ സ്പൂണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തവിയിട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ചധികം നേരം ഒന്ന് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ മുട്ടയും പഞ്ചസാരയും ഒരു 10 മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിൽ അങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലൊന്നും ചേർക്കരുത്. പാം ഓയിലൊന്നും ചേർക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത്തിരി തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണാണ്, 1/2 ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ വെള്ളം, സാധാ വെള്ളം, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുള്ളതോ തണുത്തതോ അല്ല കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് പകരം 1/2 ടീസ്പൂൺ അളവിൽ പാല് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ പാലൊന്നും ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഇതേപോലുള്ളൊരു 4 ഇഞ്ചിൻ്റെ കേക്ക് ടീന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിലുള്ള എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതി. മാക്സിമം ഒരു 20 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ശരി, ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം.
അപ്പോൾ ഇതേ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് തുറന്ന് നോക്കിയപ്പം അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു മരത്തിൻ്റെ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കൂടിയാണിത്. അപ്പോൾ ശരി, ഇനി നമുക്കിതിൻ്റെ കേക്കിൻ്റെ ചൂടെല്ലാം മാറുന്നത് വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്താലും മതി. ഇതിലേത് ക്രീം ആയിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ചിലവർ പറയും പാല് യൂസ് ചെയ്യാമോ എന്ന്. പാല് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗനാഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ വൈകാതെ തന്നെ ചെയ്യാം കേട്ടോ. മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ വെക്കുക. ഈ ഫ്രഷ് ക്രീം നമുക്ക് ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമിലോട്ട് 1/2 കപ്പ് ചോക്ലേറ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് 2 റേഷ്യോയിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ചോക്ലേറ്റ് കൂടുതലും വിപ്പിംഗ് ക്രീം കുറവും. അതായത് ഇപ്പം നമ്മളിപ്പോൾ 1/2 കപ്പ് ക്രീം എടുത്തതിൻ്റെ പേരിൽ 1 കപ്പ് അളവിൽ ചോക്ലേറ്റ് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം കുറച്ചധികം കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ രണ്ടും ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് ഞാൻ ഇതൊന്നങ്ങ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ലാവ കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഗനാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ചൂടിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് എല്ലാം മെൽറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ ക്രീം സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്രീം ഇപ്പോൾ നന്നായിട്ട് ചൂടുണ്ട്. വളരെ കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇതിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചോക്ലേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിപ്പം ക്രീം വെച്ച പോലെ അങ്ങ് വെക്കരുത്. ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്നങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗനാഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്കെല്ലാം ഇവിടെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അടിവശം തന്നെ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ചില്ലെങ്കിൽ കൂടി ഒട്ടും തന്നെ കരിഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് വേണമെങ്കിൽ ലെയർ ചെയ്തിട്ട് ക്രീമെല്ലാം തേച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ലാവ ഒഴിക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ളൊരു നോസിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിലായിട്ട് കുറച്ച് മുഴുവനായിട്ട് ഹോളാക്കാതെ അതിൻ്റെ ബേസിലായിട്ട് കുറച്ച് നമ്മുടെ ആ ഒരു കേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേസിൽ ആ ഒരു ഹോള് ഡയറക്റ്റായിട്ട് ആ ഒരു ഹോള് കാണാതെ ബേസിൽ ഇതേപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഹോളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചുറ്റിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുള്ളൂ. ഓവറായിട്ട് ലൂസായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഗനാഷ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷനായിട്ട് ഒരല്പം കൊക്കോ പൗഡർ ഒന്ന് കൈക്കൊണ്ടൊന്നങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു സിറപ്പ് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരെ അങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ലാവ കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് എല്ലാവരും വീട്ടിൽ ഉണ്ടാകുന്നതാണ്. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ലാവ കേക്ക് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അമ്മി മലബാറും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാവ അങ്ങ് ഒഴുകി വരുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്